അവ്യക്ത സന്ദേശം വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. വതനത്തിൽ പോയപ്പോൾ ബാബ മുന്നിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ബാബ, ഇന്ന് സദ്ഗുരുവാർ ദിവസത്തിൽ വിശേഷിച്ച് ഭട്ടേൽ കുമാർ, അദർ കുമാർ രണ്ടുപേരും വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും ഓർമ്മകൾ സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു നിമിഷം ബാബ എൻ്റെ നേർക്ക് നോക്കി. ബാബ പറഞ്ഞു, കുട്ടി, ബാബ ഈ കുട്ടികളെ, അത് കുമാരന്മാർ ആകട്ടെ അദർ കുമാരന്മാർ ആകട്ടെ എന്ന് പറഞ്ഞ ശേഷം ബാബ രണ്ട് ദൃശ്യങ്ങൾ എമർജ് ചെയ്തു. ഒന്ന് കൃഷ്ണൻ്റെയും ഇനി ഒന്ന് വിഷ്ണുവിൻ്റെയും. ബാബ പറഞ്ഞു, കുട്ടി, ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ബാബ, അതിൻ്റെ രഹസ്യം അങ്ങ് തന്നെ പറഞ്ഞു തരണം. കാരണം അങ്ങ് തന്നെയാണ് ഈ ദൃശ്യം എമർജ് ചെയ്തത്. അപ്പോൾ ബാബ പറഞ്ഞു, ലോകത്തിലും ഓരോ വീട്ടിലും കൃഷ്ണൻ്റെ മൂർത്തി വയ്ക്കുന്നു, ലക്ഷ്മിനാരായണൻ്റെയും വയ്ക്കുന്നു. എന്നാൽ ബാബയുടെ മുന്നിൽ രണ്ട് കുട്ടികളും ഇരിക്കുകയാണ്, കുമാരന്മാരും പ്രവൃത്തിയിൽ ഉള്ളവരും. ബാബ പറഞ്ഞു, കുമാർ എന്നാൽ ആരുടെ കൂട്ടുകാരൻ? കുമാരന്മാരായ സഹോദരങ്ങൾ പറയൂ. ബാബ ഏതൊരു രൂപവുമായാണ് നിങ്ങളെല്ലാവരെയും യോജിപ്പിച്ചത്? ബാബ കുമാരന്മാരെ കൃഷ്ണൻ്റെ കൂടെ യോജിപ്പിച്ചു. ബാബ പറഞ്ഞു, എപ്രകാരമാണോ ലോകത്തിലും ഭക്തിയിലും കൃഷ്ണനോടൊപ്പം വളരെയധികം തോഴന്മാരും കൃഷ്ണൻ്റെ കൂട്ടുകാരും കളി വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കാണിക്കുന്നു. രണ്ടാമത്തേതായിരുന്നു അദർ കുമാർ. അവരുടെ സ്വരൂപമായി ബാബ വിഷ്ണുവിൻ്റേത് കാണിച്ചു. അവർ യുഗൾ ജോഡിയായി ഡബിൾ പാർട്ട് അഭിനയിക്കുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബാബ രണ്ട് കുട്ടികളുടെയും, അത് കുമാരന്മാരായാലും അദർ കുമാരന്മാരായാലും രണ്ടുപേരുടെയും ഭാവി നോക്കുകയാണ്. കുമാരന്മാർക്കും എത്രമാത്രം ലഹരിയുണ്ട്. നമ്മൾ കൃഷ്ണൻ്റെ ലോകത്തിലേക്ക് പോകുന്നു. കൃഷ്ണൻ്റെ കൂടെ നൃത്തമാടും, നൃത്തസംഘത്തിൽ ഉണ്ടായിരിക്കും. ബാബ പറഞ്ഞു, ഇത്രയും ലഹരി ഉണ്ടോ? ബാബ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, അങ്ങേക്ക് തന്നെയാണ് സർവരുടെയും ചാർട്ട് കാണുവാൻ സാധിക്കുന്നതും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും. രണ്ടാമതായി പ്രവൃത്തിയിലിരിക്കുന്നവരുടെ കാര്യത്തിൽ ബാബ വിഷ്ണു ചതുർഭുജത്തിൻ്റെ ദൃശ്യം എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, ഈ പ്രവൃത്തിയിൽ ഇരിക്കുന്നവരും ഡബിൾ റോൾ ചെയ്യുന്നു. രണ്ടുപേരും ഒരുമിച്ചിരുന്നുകൊണ്ട് സർവസംബന്ധങ്ങളും നിറവേറ്റിക്കൊണ്ട് ഓരോ കാര്യവും ചെയ്തുകൊണ്ടും ബാബയെ കൂട്ടുകാരൻ്റെ രൂപത്തിൽ വയ്ക്കുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബാബ കുട്ടികളുടെ ഭാവി നോക്കുകയാണ്. ഈ സംഗമയുഗത്തിലേതല്ല, ഭാവിയിലേത് നോക്കുകയാണ്. കുട്ടികൾ എത്രമാത്രം തൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. പിന്നെ ബാബ അതിനെക്കുറിച്ച് പറഞ്ഞു, എപ്രകാരമാണോ ബ്രഹ്മബാബയ്ക്ക് വിഷ്ണു ചതുർഭുജത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടായി. ബാബ തൻ്റെ ഭാവിയെ കണ്ടു. അപ്പോൾ മുതൽ ബാബയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കാരണം ശിവ് ബാബ അനുഭവിയാക്കിക്കൊണ്ടേയിരുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബാബ വിശേഷിച്ച് പ്രവൃത്തിയിൽ ഇരിക്കുന്ന ആദർ കുമാരന്മാരെ പ്രതി പറയുകയാണ്, യുഗൾ ജോഡിയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചതുർഭുജമാണ് എന്ന് മനസ്സിലാക്കൂ. രണ്ട് പാർട്ടും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് കുമാരന്മാരും ഇരിക്കുകയായിരുന്നു. ഇന്ന് ബാബ നിങ്ങളേവരെയും വചനത്തിൽ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, ബാബ കാണുന്നുണ്ട്, കലിയുഗത്തിൽ ഇത്രയും തിരക്കുള്ള ജീവിതമാണുള്ളത്. എന്നിട്ടും അദർ കുമാരന്മാരും കുമാരന്മാരായ കുട്ടികളും ബാബയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ പറഞ്ഞു, അതിനാൽ നിങ്ങൾ
ബാബയുടെ ബ്രാഹ്മണരായ കുട്ടികളാണ്. അപ്പോൾ ബ്രാഹ്മണരായ കുട്ടികൾക്ക് സദാ ലഹരി ഉണ്ടായിരിക്കണം. സദാ സന്തോഷം മനസ്സിൽ നിലനിൽക്കണം. ഏതുപോലെ ലോകത്തിൽ ആരെങ്കിലും ബിസിനസ്മാൻ ആണെങ്കിൽ, വളരെയധികം ധനികനാണെങ്കിൽ, ആ ആൾക്ക് തൻ്റെ സ്വമാനം ഉണ്ടായിരിക്കും, തൻ്റെ അഭിമാനം ഉണ്ടായിരിക്കും. ബാബ പറഞ്ഞു, നിങ്ങളാണെങ്കിൽ ഭാവിയിൽ കൃഷ്ണൻ്റെ നഗരത്തിൽ സത്യയുഗി ലോകത്തിൽ പോകാൻ പോകുന്ന കുട്ടികളാണ്. ബാബയ്ക്കും തൻ്റെ കുട്ടികളുടെ മേൽ വളരെയധികം അഭിമാനം ഉണ്ട്. ഏതായാലും കുട്ടികൾ ബാബയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ ഇപ്രകാരം കേൾപ്പിക്കുകയായിരുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാബ ഇന്ന് വിശേഷിച്ച് ഭോഗ് സമർപ്പിച്ച സഹോദരി സഹോദരന്മാരെയും എമർജ് ചെയ്തു. ഇന്ന് വിശേഷിച്ച് നമ്മുടെ ലച്ചു ദാദിയുടെയും ദിവസമായിരുന്നു. ദാദി തുടക്കം മുതലേ ബാബയോടൊപ്പവും ദീദിയോടൊപ്പവും ഉണ്ടായിരുന്നു. അപ്പോൾ ബാബയോടൊപ്പം ഇന്ന് വതനത്തിൽ ബാബ ലച്ചു ദാദിയെയും എമർജ് ചെയ്തു. വളരെ സ്നേഹത്തോടെ ദാദിയെ ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, ഈ കുട്ടി സാകാരത്തിൽ ഭഗവാന്റെ രഥത്തെയും ഭോഗിൻ്റെ ഭോജനം കഴിപ്പിച്ചു. ഇന്ന് ബാബ ഈ കുട്ടിയെ വതനത്തിൽ എമർജ് ചെയ്ത് ഭോഗ് സ്വീകരിപ്പിക്കുകയാണ്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ വന്നു ചേർന്ന നിങ്ങളെല്ലാ സഹോദരി സഹോദരന്മാർക്കും, കുമാരന്മാരായാലും അതർ കുമാരന്മാർ ആയാലും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. പിന്നെ ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.